ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാർ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റോസച്ചെടിയുടെ വളർച്ചയായതിന് കൊടുക്കുന്ന വളങ്ങളെക്കുറിച്ചും വളവുമാണ്. അതിനുപരി അത് കീടനാശിനിയും കൂടിയാണ്. അതും ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം, കൊടുത്തുകൊണ്ടേയിരിക്കണം. കൊടുത്തില്ലെന്നൊരിക്കൽ ചെടി നശിച്ചു പോകും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു സൈസ് വെളുത്ത പ്രാണി, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ കണ്ണാടി വെച്ച് ഇങ്ങനെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്കതിന് ആ വെളുത്ത ചെടി അല്ല ഒരു പൊടി പോലത്തെ സാധനത്തെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ അവർ നമ്മുടെ റോസിനെ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ആ നശിച്ചു പോയ ചെടികളുമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്തി ഞാൻ കൊണ്ടുവരുന്നതും നിങ്ങളെ ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഓക്കെ. ഞാൻ എൻ്റെ റോസാ ചെടിക്കൊരു വളം ചെയ്യുക കേട്ടോ. ഇതുകൊണ്ടോ എൻ്റെ ഇലയൊക്കെ പതുക്കെ ചൊല്ലാൻ തുടങ്ങി. ഇങ്ങനെ കാണുന്ന പാടെ നമ്മൾ ഇതാണ് ശരിയായിട്ടുള്ള ഇല. അപ്പോൾ നമ്മളിത് ഇങ്ങനെയൊക്കെ കാണുന്ന പാട് ഇതൊക്കെ അന്നേരം നമ്മൾ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ നമ്മൾ കൊടുത്തിരിക്കണം. അല്ലെന്നൊരിക്കൽ ഇത് മുഴുവൻ പോകുകയുള്ളൂ. ഇത് നിറയെ പൂത്തിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്ന് അതിനൊരു ഇതുപോലെ എനിക്ക് തോന്നുക. അതുകൊണ്ട് ഇതിങ്ങനെ വയ്യാൻ തുടങ്ങി. നമ്മുടെ കണ്ണിനൊന്നും കാണുന്നില്ല. പൂതക്കണ്ണാടി വെച്ച് നോക്കിയാലേ ഇതാരാണ് ഈ ഉപദ്രവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ഇവിടെ ചതച്ച് തേച്ചതാണ്. ഇപ്പം അതുകൊണ്ട് ഈ ഇലയൊക്കെ അങ്ങ് ഭംഗിയായി. പക്ഷേ ഇത് ആകുന്നില്ല. ഇത് മുട്ടൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇതുകൊണ്ട് ഇഷ്ടം പോലെ മുട്ട് വരുന്നുണ്ട്. ഞാൻ എൻ്റെ ചുവട്ടിൽക്കൂടെ ഉള്ളിത്തൊലി വെള്ളവും അതും എല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടിട്ട് മുട്ട ഇഷ്ടം പോലെ വരുന്നുണ്ട്. പക്ഷേ ഈ ചുരുളിമ മക്കളെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ റോസച്ചെടിയിൽ വരുന്ന ഈ ചുരുളിമ, ഇതിനൊന്നും അത് കാണുന്നില്ല. അതുകൊണ്ടോ ഇന്നൊക്കെ നല്ല ഭംഗിയിലാണ് വരുന്നത്. ഇത് നല്ല മഞ്ഞ റോസയാണ്. ഇതും ഞാൻ കട്ട് ചെയ്തിട്ട് നാളെ ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, കട്ട് ചെയ്തേച്ച് ഞാൻ ഇതിനെയൊക്കെ പുതിയ മണ്ണിലേക്ക് നട്ടതാണ്. അതിൻ്റെ ചുവട്ടിലെ ചീഞ്ഞ മണ്ണെല്ലാം കളഞ്ഞ് വെച്ചിട്ട് ഇപ്പോൾ ഇതിനൊക്കെ മൊട്ട് വരുന്നുണ്ട്. ഇത് പൂവായി ഇതല്ലേ കട്ട് ചെയ്ത് നല്ല വിരിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ നമ്മൾ ഈ വളം കൊടുക്കണം. എല്ലാവർക്കും നിങ്ങൾ കൊടുത്തു ഒരു ക്ഷീണവും വരത്തില്ല. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു വളക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു വളമാണിത്. ഇത് 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ്. ഇന്നലെ രാത്രിക്കത്തെ കഞ്ഞിവെള്ളം, അത്താഴം വെച്ച കഞ്ഞിവെള്ളം ഞാൻ ഇങ്ങോട്ട് എടുത്ത് അതിനകത്തോട്ടൊരു 5-6 പഴത്തിൻ്റെ തൊലി, കുറച്ച് ഉള്ളിത്തൊലി, പിന്നെ അത് കറുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായിരുന്നു ഉള്ളിത്തൊലി പൊളിച്ചെടുത്തിട്ട് ഞാൻ കണ്ടോ അതിനകത്ത് നിറച്ച് പുഴു വന്നിട്ടുണ്ട്. അപ്പോൾ അതും ആ വെള്ളത്തിൽ കിടന്ന് നന്നോട്ടങ്ങ് ചൂടാവും. അപ്പോൾ അത് ചത്തു പൊക്കോളും. അപ്പോൾ അത് ഞാനങ്ങോട്ട് ഇട്ടു. കാരണം അത് കൂടിനകത്ത് കെട്ടി ഞാനങ്ങ് വെച്ചപ്പോൾ ആ ഉള്ളിത്തൊലി നന്നായിട്ട് അവഞ്ഞ് ചീഞ്ഞു നല്ലോണം. അപ്പോഴാണ് അതിന് മണം വരാൻ തുടങ്ങി. അത് കൂട് തുറന്നപ്പം ആരും ഇവിടെ ഇല്ലാത്തതൊക്കെ നോക്കി ഞാനതൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ പഴത്തിൻ്റെ തൊലിയുണ്ട്, ഇനി ഇതിനകത്ത് കുറച്ച് സാധനവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി മസ്റ്റാണ് ഇതിന് ഞാനിത് അരച്ചാലും ഇത് ഇച്ചിരി മിക്സിയിലിട്ട് അരച്ച് അത് ഞാനങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഈ മഞ്ഞൾപ്പൊടി ഞാൻ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ്, പൊടിച്ചെടുത്താണ്. അതുകൊണ്ട് ഇതിന് ദോഷമൊന്നും വരത്തില്ല. നല്ല മഞ്ഞൾപ്പൊടിയാണ്. ഇത് ഒരു 3-4 സ്പൂൺ അങ്ങോട്ടിട്ട് നമുക്കിനി ഇത് നീട്ടി അതിൽ ഒന്നിരാടനെ അരച്ച് കൊടുക്കണം. ഞാനത് പോയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മക്കളെ ഞാൻ മരുന്നാക്കി വെക്കാഞ്ഞത്. നമ്മളിപ്പം പിന്നെ മറ്റ് വളങ്ങളുടെ മരുന്ന്, അതായത് വിഷമരുന്നൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ അത് എന്ത് ചെയ്താലും ചത്തു പോകത്തില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും വരും. എനിക്കത് അനുഭവമുണ്ട്. എൻ്റെ റോസ് മുഴുവൻ അങ്ങനെ നശിച്ചു പോയി. ഞാൻ വിചാരിച്ചു മഴ വന്നിട്ടായിരിക്കും ഞാൻ വിചാരിച്ചു. മഴ പെയ്ത് ആ മഴ അങ്ങ് മാറി കഴിയുമ്പം എൻ്റെ റോസയെല്ലാം പൊക്കോളൂന്ന് ഞാൻ. പിന്നെ 2 സ്പൂണ് ചായപ്പൊടി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചായപ്പൊടിയായത്. ആ ചായപ്പൊടി ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം അത് പൂക്കളുണ്ടാവാൻ മസ്റ്റാണ് ആ സാധനം. അതും അങ്ങോട്ട് ഇട്ട് നന്നായിട്ട് അങ്ങോട്ടൊന്ന് തിളച്ച് ഉള്ളിത്തൊലിയൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് വേണം അത് അതിൻ്റെ വെള്ളം ഇങ്ങനെ ഊറ്റിയെടുക്കും. പിസറും അതിൻ്റെ ചുവട്ടിലിടാം. മറ്റ് പിന്നെ പുഴുവിനും എല്ലാം നല്ലതാണ്.
ഈ വലിയ പുഴു കാള പോലെയുള്ള പുഴുക്കളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ചെടികളിലെല്ലാം വമ്പം പുഴുശല്യം ഭയങ്കരമായിട്ടുള്ള സമയമാണ്. ഈ വെളുത്തുള്ളിയുടെ സ്മെല്ല് അവർക്ക് അത്ര ഇഷ്ടമല്ല. ഈ പുഴുവിനായാലും കൊള്ളാം, മറ്റ് കീടങ്ങൾക്കായാലും വെളുത്തുള്ളിയുടെ സ്മെല്ല് ഇഷ്ടമല്ല. അതാണ് അവരെല്ലാം ഈ പാഞ്ഞും പോകുന്നത്. നമ്മൾ വിഷം നമ്മുടെ മുറ്റത്തടിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ അത് ശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിഷം അടിക്കാൻ പറയാത്തത്. വിഷമുണ്ട് ഇതിന്. പിന്നെ ഗതി കെട്ടാൽ അതും ചെയ്യണം. പക്ഷേ റോസ നമുക്ക് കിട്ടില്ല. അതും ഞാൻ ചെയ്തു നോക്കിയതാണ്. ഒരു 10-20 ചോടിച്ചു റോസ് നല്ല കുനുകുനുള്ള പൂക്കളുമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു മക്കളെ. ഞാൻ വിചാരിച്ചു ഈ മഴയുടെ കൂടുതൽ കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പതുക്കെ അപ്പുറത്തോട്ട് ഉന്തി വെച്ചു. പക്ഷേ മഴവെള്ളം അതിന് നന്നായിട്ട് വീഴുന്നുണ്ടായിരുന്നു. അപ്പം ഞാനത് വിചാരിച്ചുകൊണ്ട് ഞാനിരുന്നു. പക്ഷേ അതേ മുഴുവൻ ഈ കീടം വന്നിട്ട് ആ ചെടികൾ മുഴുവൻ നശിച്ചു പോയി. ഏതെല്ലാം സൈസിലുള്ള 10-15-20 ചട്ടി നിറച്ച് റോസയുണ്ടായിരുന്നു. ആ പൂക്കളൊക്കെ അങ്ങ് വിടരുമ്പോഴത്തേന് എന്നാ ഭംഗിയായിരുന്നു. ഏതെല്ലാം കളറായിരുന്നു. ഇത് നല്ലതുപോലെ തിളച്ചു. ഇനി ഞാനിതങ്ങോട്ട് നല്ലപോലെ വെന്തു. ഈ പഴത്തൊലിയും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നല്ലപോലെ വെന്തു. ഇനി ഞാനിത് അങ്ങോട്ട് ഓഫാക്കുവാണ്. ഇനി ഞാനിത് ഓഫാക്കി വെച്ചിട്ട് ഇത് തണുക്കാൻ വെക്കട്ടെ. ഇതൊരു 1 ലിറ്ററിന് കണക്കായിട്ട് ഞാൻ ആ വെള്ളം ഇത് എടുത്തോളൂ. നല്ല കൊഴുപ്പൊക്കെ ഉണ്ട്. ഇത് 3 ലിറ്ററിൻ്റെ ബക്കറ്റാണ്. ഇത് നിറച്ച് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് വെള്ളവും കൂടെ ഇതിങ്ങനെ ഇത് നാടൻ വളം ആയത് കൊണ്ടിട്ട് പേടിക്കാനൊന്നുമില്ല. ഇതിപ്പം ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കി വെച്ചതേ ഉള്ളേ. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ ഇത്രയും നമ്മൾ എടുക്കരുത്. കുറച്ച് കുറയ്ക്കണം. ഇതിപ്പോൾ 3 ലിറ്റർ. ഇങ്ങനെ നമ്മുടെ മിശ്രിതം ആയി. ഞാനിത് കുറേശ്ശെ ഇവർക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇലയിലും എല്ലാം നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ആ പൊടി പോലെയുള്ള ആ കീടന് നശിച്ചത് പോകത്തുള്ളൂ. നമ്മൾ ചെടിയെ പിടിക്കണ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണായതുകൊണ്ടാണ്, ഫോൺ ആരും പിടിച്ചു തരാൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചതിന് ശേഷം ഞാനത് ശരിക്കും അതിൻ്റെ അടിയിലുമൊക്കെ ഒഴിച്ചു കൊടുക്കും. ഇത് വളമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇത് കീടനാശിനിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യുക. ചെയ്തില്ലെങ്കിലേ നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകും. ഇങ്ങനെ പൂക്കളുണ്ടായ ചെടികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എനിക്ക് 2-3 അപ്പുറത്ത് നിൽപ്പുണ്ട്. ഇതുപോലെ ഞാൻ രക്ഷിച്ചെടുത്തതാണ്. ഇതിപ്പോൾ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടോ ഇതിൻ്റെ കൂമ്പുകളൊക്കെ ഇതിലൊക്കെ നന്നായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം. നേർപ്പിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. നന്നാകെ തിളച്ച വെള്ളം കോരി ഒഴിക്കരുത്. കുളിപ്പിച്ചിട്ട് ഒഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതിൻ്റെ ഇലയുടെ അടിവഴിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. അന്ന് നശിച്ചു പോയ റോസയിലെ ഒരാളാണ്. ഇന്നും അതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. ഞാൻ അതിനെ ഇങ്ങ് മാറ്റി വെച്ചു അവരെ. കാരണം നല്ല ചെടിയുടെ കൂട്ടത്തിൽ ഇവരെ ഞാൻ വെച്ചില്ല. കാരണം ഉള്ളതും കൂടെ പോകുമല്ലോ എന്നത്. ഇത് നാടൻ റോസ. ഇത് വെള്ള പൂക്കളും ഇത് റോസ് നിറമുള്ള പൂക്കളുമായിരുന്നു. നിറച്ച് പൂക്കളുണ്ട്. എന്നാ ഭംഗിയായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിങ്ങനെയായി. ഇനിയിപ്പോൾ അത് തളുത്ത് വരുന്നുണ്ട്. നന്നാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ പിന്നെ രക്ഷിക്കുകയാണ്. ഇതൊക്കെ ഞാൻ നാടൻ റോസുകളാണ്. ബാക്കിയെല്ലാം എനിക്ക് നശിച്ചു പോയി. അപ്പോൾ ഇതൊക്കെ ഞാൻ നാടൻ റോസ് ഇപ്പം വെച്ച് പിടിപ്പിച്ചിരിക്കുക. ഇതും അതെ, ഇതും നാടൻ റോസാണ്. ഇതെല്ലാം ഞാനിപ്പോൾ വെച്ച് പിടിപ്പിച്ചതാണ്. നന്നായി വരുവാണെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ആഴ്ചയ്ക്ക് ഈ ചീഞ്ഞതും വെള്ളം ഞാനിവർക്ക് ഒഴിച്ചു കൊടുത്ത്. ഒത്തിരി റോസ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലാഞ്ഞ് തട്ടി നിറഞ്ഞ് ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ ചെടികളെല്ലാം അങ്ങനെ നശിച്ചു പോയി. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നതാണ് ഇതൊരു നല്ല പ്രത്യേകതയുള്ള റോസയായിരുന്നു ഇതുമൊക്കെ. അതിൻ്റെ ഒരു കുഞ്ഞു കമ്പ് കിട്ടി അതിനെയും രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്ര കണ്ട് ഇവരെയൊക്കെ സംരക്ഷിക്കും. അതുപോലെ കുറേയെല്ലാം കിട്ടും. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോസയ്ക്ക് നല്ല എല്ലാ ചെടികൾക്കും ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊരു ലക്ഷണപ്പിശക് കണ്ടാൽ ആ സെക്കൻഡിൽ അവിടെ വെച്ച് കട്ട് ചെയ്ത് അത് സാധനം ദൂരെ കൊണ്ട് കളഞ്ഞേച്ച് ഇങ്ങനെയുള്ള, അതായത് ഇപ്പം ഞാൻ ഈ കാണിച്ചു തന്ന ഇതില്ലേ വളം, അപ്പോൾ വെളുത്തുള്ളി മസ്റ്റായിട്ട് അതിന് ചേർക്കണം. വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും ഒക്കെ മണം ഇവർക്ക് ഇഷ്ടമല്ല. ഇനി ഇത് വേണമെന്ന് ഒരിക്കലും ഇച്ചിരി ആ വേപ്പെണ്ണയും കൂടെ ചേർത്ത് നമുക്ക് ഇലയ്ക്കെല്ലാം അടിച്ചു കൊടുക്കാം. പിന്നെ വേപ്പെണ്ണ ഇല്ലെന്നൊരിക്കലും നമ്മൾ എന്തെങ്കിലും കാറിയ വെളിച്ചെണ്ണയോ
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എണ്ണ ഇതായിട്ടുള്ള അതും ഒരു 4-5 തുള്ളി പിന്നെ 1 ലിറ്ററിനകത്ത് ഒഴിച്ചേച്ചിട്ട് അതിനകത്ത് ഇച്ചിരി സോപ്പ് വെള്ളം ഒഴിച്ചേച്ചിട്ട് നമുക്ക് വേണേൽ സ്പ്രേ ചെയ്ത് ഇവരെ രക്ഷിച്ചെടുക്കാൻ പറ്റും. കാരണം അതാകുമ്പോൾ ആ ഇലയിൽ അങ്ങ് പറ്റി പിടിക്കും. ഇതിപ്പം ഇലയിൽ ഒക്കെ ഇങ്ങനെ മണമൊക്കെ വന്നാലും വീണ്ടും ഞാനിത് ഒഴിക്കുന്നത് കൊണ്ടിട്ട് ഈ വേപ്പെണ്ണ മിശ്രിതം ഞാൻ ഒഴിക്കുന്നില്ല. എൻ്റെ കയ്യിൽ വേപ്പെണ്ണയില്ല, മറ്റ് എണ്ണയൊക്കെ ഉണ്ട്, കനച്ച എണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ഇരിപ്പുണ്ട്. ഞാനത് ചെയ്തില്ല ഇപ്പം. അത് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് വല്ലപ്പോഴും ഒക്കെ. അപ്പം നന്നായിട്ട് അരച്ച് ഇത് തേച്ച് പിടിപ്പിക്കും. അങ്ങനെ ഒത്തിരി പരിപാടികൾ ഞാൻ ഇവരെ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയത്. അല്ലെങ്കിൽ എനിക്കിതും കിട്ടുകയില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങ് മാറ്റി വെച്ച്, കാരണം ഇവർ പകരുന്നതാണ്. ഈ പ്രാണിയെല്ലാം നമ്മുടെ മറ്റ് ചെടികളെ കൂടി ഉപദ്രവിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ചെയ്യുക. വളരെ സൂപ്പറാണത്. എപ്പോൾ റോസ ചെടിക്ക് പിന്നെ വളങ്ങളൊക്കെ ചെയ്ത് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ചെടി നശിച്ചു പോകും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ബൈ ബൈ. ഇതും ഞാൻ അങ്ങനെ കൊണ്ടുവന്ന് നട്ട് ആ വളമൊക്കെ കൊടുത്ത് ശരിയാക്കി എടുത്തതാണ് കേട്ടോ. പൂക്കളിങ്ങനെ ആയി വരുന്നുണ്ട്. വെയിൽ വരുമ്പോഴത്തേനും എന്തൊരു ക്ഷീണമാണെന്നറിഞ്ഞോ മുട്ടുകൾക്ക്. അതുകൊണ്ട് ഇതുവരെ ഇതിന് ഞാനിങ്ങനെ ആ വളമാണ് കൊടുത്തു അതിൻ്റെ ഇതെല്ലാം കളഞ്ഞു. ഉണ്ട് ഈ മഞ്ഞയിലയൊക്കെ ഉള്ളതൊക്കെ അന്നേരം നുള്ളി പറിച്ച് തൂറ് കളഞ്ഞോളുക. കല്ലെന്ന് ഒഴുകി ചിലപ്പോൾ അത് വേറെ വല്ല ഐറ്റത്തിലും. ഇപ്പോൾ ഇതിന് കുഴപ്പമൊന്നുമില്ല. എന്താ ഇത്ര മനോഹരമായ ചെടികളൊക്കെ നമുക്ക് ആ വളം കൊണ്ട് ആക്കാൻ പറ്റും. നല്ല സുന്ദരമായി. ഇത് മഞ്ഞപ്പൂവാണ്. ഇത് ഇച്ചിരി വെയിൽ ഇവിടെ അടിക്കുന്നുണ്ട്. അത് ചെറിയൊരു ഇളം വെയിലാകുമ്പോഴത്തേക്ക് അതിനൊരു ഇത് വന്നതുകൊണ്ടോ. ഇതാണ് ഇവരുടെ സ്വഭാവം. ഇത് ഞാൻ കട്ട് ചെയ്ത് നിർത്തി. എല്ലാം ഇപ്പം നല്ല മനോഹരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അത് പൂക്കൾ നമ്മുടെ മുറ്റത്ത് വിരിയിക്കാൻ നമുക്ക് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്ന് അതിനെയൊക്കെ ഒന്ന് ഇത് എനിക്ക് തന്നെ ഒന്ന് എന്നാ പറയുക, എന്നും കമൻസ് ഇത് ചെയ്യുമെന്ന് പറയുന്നതിനെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ ആയിക്കോ കേട്ടോ. എന്നാലും എല്ലാവരും ഒന്ന് കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്താൽ നമ്മുടെ ചെടികൾക്കൊക്കെ ഒത്തിരി ഗുണമുണ്ട്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. കാരണം ഇത് നമ്മൾ ഈ രാസവളങ്ങളൊക്കെ വാരി ഈ ചട്ടിക്കകത്തൂടെയൊക്കെ രാസവളം ഇടരുത്. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ആര് പറഞ്ഞാലും രാസവളം വാരി ചട്ടിക്കകത്ത് ഇടരുത്. ആ മണ്ണിൻ്റെ സകല ഗുണങ്ങളും നഷ്ടപ്പെടും. പിന്നെ നമ്മൾ എന്ത് നട്ടാലും ആ ചെടി നന്നാവത്തില്ല. അത് തന്നെയാണ് എൻ്റെ ചുരുക്കം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് പിന്നെ ചെടി നടുമ്പോൾ നമുക്ക് ചെടി നടുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് കുറച്ച് ചാണകമോ ഇച്ചിരി മണലോ അല്ലെങ്കിൽ ചരലോട് കൂടിയ മണ്ണോ ഒക്കെ ചേർത്ത് വേണം ഇവരെ നടാൻ വേണ്ടിയിട്ട്. ആ നട്ട് അതിന് കൂമ്പൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമേ ഒരു ശകല എല്ലുപൊടിയും ചാണകവും കൂടെ തിരുമ്മി അതിൻ്റെ സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ കുറേശ്ശെ ഞാൻ ഈ പറഞ്ഞ സാധനം വല്ലപ്പോഴും ഒക്കെ ഒന്ന് തളിച്ച് കൊടുക്കുക. എന്നാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് നമ്മുടെ പിന്നെ വെളുത്തുള്ളി മസ്റ്റായിട്ട് അതിനകത്ത് ചേർക്കണം. വെളുത്തുള്ളി വേണം. ഇഞ്ചിയുടെ തൊലിയും അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചിയുടെ തൊലിയോ ഉള്ളിയുടെ തൊലിയോ ഉള്ളിയുടെ വേസ്റ്റുകളോ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം അതിൽ ചേർക്കണം. പിന്നെ പഴത്തിൻ്റെ തൊലിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. കാരണം അതിനകത്ത് ഒത്തിരി കാൽസ്യവും അതും ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ചെടികൾക്ക് എപ്പോഴും കാൽസ്യം ആവശ്യമാണല്ലോ. പിന്നെ മുട്ടത്തോട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നൊരു ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിക്കാം. ഇതൊന്നും ഇല്ല എന്ന് വരികിൽ വെളുത്തുള്ളി ഒക്കെ ചതവ് ഇട്ടിട്ട് ചുമന്നുള്ളി കുഞ്ഞുള്ളി അതിൻ്റെ തൊലിയോ അല്ലെങ്കിൽ വരികിൽ അതിൻ്റെ വേസ്റ്റായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതും ചതച്ചിട്ടിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 3 സ്പൂൺ ഇതെടുക്കണം. നല്ല മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ഒരു 2 സ്പൂണ് ചായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ഇതെടുക്കുക. ആ കൂടെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ. അതായത് പഴത്തിൻ്റെ തൊലിയോ അല്ലെന്ന് വരികിൽ മുട്ടത്തോടോ ഒക്കെ ഉണ്ടെന്ന് വരിക അങ്ങോട്ട് തിരുമ്മി പൊടിച്ച വെള്ളത്തിലോട്ട് ഇടണം. എന്നിട്ട് വേണം അതിനെ തിളപ്പിക്കാൻ. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. വെളുത്തുള്ളി മസ്റ്റായിട്ട് അതിനകത്ത് ചേർത്തിട്ട് അതങ്ങനെ എടുത്ത് വെക്കുക. എന്ന് വെച്ചിട്ട് കഞ്ഞിവെള്ളത്തിനകത്ത് തിളപ്പിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ രാസവളം എൻ്റെ വീടിൻ്റെ അയലോകത്ത് പോലും ചേർക്കുന്നില്ല. പച്ചക്കറിക്കും ഇല്ല, ഈ ചെടികൾക്കും ഇല്ല. കാരണം പച്ചക്കറികൾക്ക് ചേർക്കുവാണെങ്കിൽ പിന്നെ കടയിൽ പോയി നമ്മൾ വാങ്ങിച്ചാൽ പോലെ ഇച്ചിരി കുറയും.
പച്ചക്കറിയുടെ ഒക്കെ ചുവട്ടിലൊക്കെ രാസവളം ഇടുന്ന പോലെ നാടൻ വളം ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. പക്ഷേ വീണ്ടും നമുക്ക് ആ മണ്ണിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും. അങ്ങനെ ആ മണ്ണ് പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ആവശ്യമേ വരുന്നില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ.